പവിത്രനെ കാണാതെ കരയുന്ന മായയെയും മകളെയും നിധി ആശ്വസിപ്പിക്കുന്നു. കുഞ്ഞമ്മയോട് ചോദിക്കുന്നു, അമ്മേ, അച്ഛനെ അവരെന്തെങ്കിലും ചെയ്യുമോ? അച്ഛൻ ഉടനെ വരുമെന്ന് നിധി പറയുന്നു. പവിത്രനെ കണ്ടെത്തിയാലേ എനിക്ക് പ്രണവിനെ കണ്ടെത്താൻ പറ്റൂ. പ്രണവിനെ കണ്ടെത്തിയാലേ ഗൗതമിനെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ പറ്റൂ. എത്രയും വേഗം പവിത്രനെ കണ്ടെത്തണം. പവിത്രനെ CKC എന്ത് ചെയ്ത് കാണും? അയാളുടെ സങ്കേതത്തിൽ എവിടെയെങ്കിലും പൂട്ടിയിട്ട് കാണും. ഇനി ചിലപ്പോൾ പ്രണവിനെ പൂട്ടിയിട്ടിരിക്കുന്നിടത്താകുമോ? പവിത്രൻ അവസാനമായി പോയത് CKCയുടെ വീട്ടിലേക്കാണ്. അതുകൊണ്ട് മിക്കവാറും അയാളുടെ വീട്ടിൽ തന്നെയാകും പവിത്രൻ ഉണ്ടാകുന്നത്. പാർവതിയമ്മ വീട്ടിലേക്ക് വരുന്നു. അതേസമയം വസുന്ധര പുറത്തേക്ക് പോകാൻ പോകുന്നു. ഏട്ടത്തിയും നിധിയും എവിടെ പോയതായിരുന്നു? നിധി കമ്പനി ഓഫീസിൽ പോയിട്ട് എത്ര നാളായി? ഓഫീസ് ആകെ അലങ്കോലപ്പെട്ട് കാണും. അവിടുത്തെ സ്റ്റാഫൊക്കെ ജോലിയൊന്നും ചെയ്യാതെ അലസന്മാരായി കാണും. നാഥനില്ല കളരിയായി മാറി കമ്പനി ഓഫീസ്. ഞാൻ എത്ര നല്ല രീതിയിൽ കൊണ്ടു നടന്ന കമ്പനിയാണ്. ഇനി കമ്പനി നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഗൗതമില്ലെങ്കിലും നിധി നല്ലപോലെ കമ്പനി നോക്കി നടത്തുന്നുണ്ട്. കമ്പനിക്കാര്യം നിധിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ എന്ന് പാർവതിയമ്മ ചോദിക്കുന്നു. ഇപ്പോൾ ഗൗതമിനെ ജയിലിൽ നിന്നും ഇറക്കാൻ വേണ്ടിയും പ്രണവിനെ കണ്ടെത്താൻ വേണ്ടിയുമാണ് നിധിക്ക് ഓഫീസിൽ പോകാൻ സാധിക്കാത്തത്. എന്തു വന്നാലും കമ്പനി ഇനി നല്ലതുപോലെ നോക്കി നടത്താൻ ഞാൻ നാളെ മുതൽ കമ്പനി ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് വസുന്ധര പറയുന്നു. ഗൗതമിനി എന്ന് വരാൻ? അവൻ എന്തായാലും ഉടനെ ഒന്നും ജയിലിൽ നിന്നും വരില്ല. ഇങ്ങനെ ഗൗതമിനെതിരെയും നിധിക്കെതിരെയും വസുന്ധര പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ സഹികെട്ട് പാർവതിയമ്മ വസുന്ധരയോട് പറയുന്നു, നീ എത്ര ജന്മം ജനിച്ചാലും നിധിയോട് ജയിക്കാൻ നിനക്കാകില്ല. അതിനുള്ള തെളിവ് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ, തെളിവോ? എന്ത് തെളിവ് എന്ന് വസുന്ധര ചോദിക്കുന്നു. തെളിവ് തരാം, നീ എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പാർവതിയമ്മയുടെ കൂടെ വസുന്ധര പോകുന്നു. റൂമിലെത്തിയപ്പോൾ ദേ അങ്ങോട്ട് നോക്കൂ എന്ന് വസുന്ധരയോട് പാർവതിയമ്മ പറയുന്നു. വസുന്ധര അങ്ങോട്ട് നോക്കുമ്പോൾ എങ്ങനെയും വസുന്ധരയെ ആ റൂമിൽ കൊണ്ടുപോകണം. അതിനായിരുന്നു പാർവതിയമ്മ അങ്ങോട്ട് വന്നത്. പെട്ടെന്ന് തന്നെ വസുന്ധരയുടെ കയ്യിലുള്ള ഫോൺ വാങ്ങി അവരെ കട്ടിലിലേക്ക് തള്ളിയിടുന്നു. നീ ഇനി ഇവിടെ കിടക്ക്, കമ്പനിയിൽ എന്നല്ല എവിടെയും പോകേണ്ട എന്ന് പറഞ്ഞ് വാതിൽ കുറ്റിയിടുന്നു. വസുന്ധര ശബ്ദത്തിൽ പറയുന്നു, വാതിൽ തുറക്കൂ ഏട്ടത്തി, മര്യാദക്ക് വാതിൽ തുറക്കൂ. ഇല്ല വസുന്ധരെ, ഗൗതം ജയിലിൽ നിന്നും വരുന്നത് വരെ നീ അവിടെ കിടക്ക്. നിനക്കാവശ്യമുള്ള ഭക്ഷണവും ഡ്രസ്സുമൊക്കെ ഞാൻ ഈ ജനൽ വഴി തരാമെന്ന് പറയുന്നു. പാർവതിയമ്മയെ കാത്തു നിൽക്കുകയാണ് നിധിയും നിർമ്മലാൻറ്റിയും. പാർവിനെ കാണുന്നില്ലല്ലോ എന്ന് നിർമ്മലാൻറ്റി പറയുന്നു. ഉടനെ തന്നെ പാർവതിയമ്മ വരുന്നു. പവിത്രൻ ചതിച്ചതല്ല, പവിത്രനെ CKCയാണ് ചതിച്ചതെന്നും CKCയുടെ ഗുണ്ടകൾ പവിത്രന്റെ വീട് കയറി ആക്രമിച്ചതും നിധി അവരോട് പറയുന്നു. ഇനി പവിത്രനെ നമ്മൾ എങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുമെന്ന് ചോദിക്കുന്നു പാർവതിയമ്മ. അത് കേട്ട് നിധി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. അതേസമയം നിധിക്കൊരു ഫോൺ വരുന്നു. ഗൗതമിന്റെ കൂട്ടുകാരൻ ഹരീന്ദ്രനായിരുന്നു അത്. ഗൗതം ജയിലിലായത് ഇപ്പോഴാണ് അറിഞ്ഞതെന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്നും പറയുന്നു. നിധി ഉടനെ തന്നെ ഹരീന്ദ്രനെ കാണണമെന്ന് പറയുന്നു. നിധിക്ക് ഒരു ഐഡിയ തോന്നി. ഹരീന്ദ്രനോട് ഇൻകം ടാക്സ് റെയ്ഡ് CKCയുടെ വീട്ടിൽ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, അതിനുള്ള ടീമൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് ഹരീന്ദ്രൻ പറയുന്നു. എന്നാൽ ഉടനെ തന്നെ റെയ്ഡ് നടത്തണം. ഇപ്പോഴാണെങ്കിൽ CKC ഓഫീസിലായിരിക്കും. CKCയുടെ വീട്ടിൽ റെയ്ഡ് എന്ന വ്യാജേന ചെന്ന് പവിത്രനെ പൊക്കാനാണ് നിധിയുടെ പദ്ധതി. അതിനായി ശിവാനിയെ അവിടെ നിന്നും മാറ്റാൻ ശിവാനിയുടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ട് ശിവാനിയെ ഫോൺ ചെയ്യിക്കുന്നു. ഹരീന്ദ്രന്റെ ഭാര്യയാണ് വനിതാ പോലീസായി വരുന്നത്. ഹരീന്ദ്രൻ അവിടെ നടക്കുന്നതെല്ലാം നിധിയെ മൊബൈൽ ഫോൺ വഴി നിധിയുടെ ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെയുള്ള റൂമൊക്കെ പവിത്രന് വേണ്ടി തിരയുന്നുണ്ട്. എന്നാൽ അവിടെ ഒന്നും പവിത്രനെ കാണുന്നില്ല. ജ്യോതിർമയി CKCക്ക് ഫോൺ ചെയ്യാൻ നോക്കിയപ്പോൾ അവരുടെ ഫോൺ ഹരീന്ദ്രന്റെ ഭാര്യ വാങ്ങിയെടുക്കുന്നു. പവിത്രനെ CKC അവിടെ നിന്നും മാറ്റിയതാണോ, പവിത്രൻ അവിടെ നിന്നും രക്ഷപ്പെട്ടതാണോ എന്നറിയില്ല. പവിത്രനെ പൂട്ടിയിട്ട റൂമിൽ കാണുന്നില്ല. ഇനി അഥവാ പവിത്രൻ റൂമിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാകുമോ? വീട്ടിൽ റെയ്ഡ് നടക്കുന്ന വിവരം CKCയെ ആരോ ഫോണിൽ അറിയിക്കുന്നു. CKC ഉടനെ വീട്ടിലേക്ക് വരുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.